എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങൾ എന്തിനു രാജിവെക്കണം. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം രാജിവെച്ചപ്പോ എത്ര പേര് അവിടെ രാജിവെച്ചു? അണ്ണിച്ചോരയില്ലാത്ത വർഗം. ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോന്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? യുദ്ധം ഉടനെ തുടങ്ങും. ഓഹോ, ഇവിടെ നമ്മൾ തമ്മിൽ. കാരണം ഏറ്റവും സൈലന്റ് കില്ലർ പോയിസൺ ആണ് സരയു മോഹൻ. പക്ഷെ അവനെ കണ്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. കാരണം ഏറ്റവും സൈലന്റ് കില്ലർ പോയിസൺ ആണ് സരയു മോഹൻ. മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും അടിക്കും കറനെ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പാലക്കാട് നിന്ന് ജനപ്രതിയായിട്ട് നല്ല വോട്ടോടെ ജയിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെയോ അതിലൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. ശ്വേത ചേച്ചിയോട് പിഷു എന്ന് വിളിച്ചപ്പോൾ തിരുത്താൻ പോയില്ല. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അല്ലേ? അതൊക്കെ പിഷു പിഷു എന്നാണ് വിളിക്കുന്നത്. അത് വല്ലാത്തൊരു പിഷു വിളിയായിപ്പോയി. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ നിർത്തണം, നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചടിയാം. വളരെ മോശമാണ്. ഇത്രയും വലിയൊരു അഹങ്കാരി ഞാൻ കണ്ടിട്ടില്ല. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഇനി ഈ സിനിമാ സംഘടനയെ നന്നാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ ശരിയാകും? ഞാൻ ഇപ്പോഴും പറയാണ് ദാൻ ശ്രീനിവാസൻ. ആദ്യം ആത്മരക്ഷ. കാരണം ഇന്നസെന്റങ്ങളെ പോലെ നല്ല ബുദ്ധിയായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് ദാൻ. ദാൻ വരണം. മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.